സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കോട് വികസനത്തിൻ്റെ കാഴ്ചകളാട്ടോ. കോഴിക്കോട് ജില്ലയിൽ മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെയുള്ള 4 വരി പാതയുടെ അതിമനോഹരമായ വികസനത്തിൻ്റെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഏതായാലും നമ്മുടെ മിഡ്ലാൻഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മുടെ 5.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ റോഡ് 4 വരിപ്പാതയുടെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഒരു ഭാഗം ടാറിംഗ് ഒക്കെ ആരംഭിച്ചിട്ടോ. ഇത് കണ്ടങ്ങളെ, ഏതായാലും ഹൈ സ്പീഡിൽ നമ്മുടെ ഈ 4 വരിപ്പാതയുടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലാപ്പറമ്പ് ജംഗ്ഷനാണ് ഈ കാണുന്നത്. കോഴിക്കോട് ടൗൺ ഏരിയയിലെ ഏറ്റവും മനോഹരമായ റോഡാകാൻ പോകുന്ന റോഡാട്ടോ ഈ റോഡ്. ഏതായാലും 27 മീറ്റർ വീതിയിലുള്ള ഈ റോഡ് നടുവിൽ നല്ല പൂന്തോട്ടമൊക്കെ പിടിപ്പിച്ച് സെറ്റപ്പ് ആക്കിക്കൊണ്ടാണ് ഈ റോഡിൻ്റെ വർക്ക്. ഇത് ഡ്രെയിനേജ് ഒക്കെ ഡബിൾ ഡ്രെയിനേജ് എല്ലാ സെറ്റപ്പുകളും ചെയ്തുകൊണ്ടാണ് ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. ഇതാ ജംഗ്ഷൻ വരെയുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടയിലുള്ള സ്ലാബുകളൊക്കെ വാർക്കാനുണ്ട്. ഈ സ്ലാബ് വീടിൻ്റെ ഭാഗത്തേക്കുള്ള സ്ലാബ് കുറച്ച് താഴ്ചയിലായിരിക്കും കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ പൊങ്ങിയിട്ട്, അപ്പോൾ ഇവിടെ ഈ ഭാഗം കുറച്ച് ഇറങ്ങിയിട്ട് സ്ലോപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് എങ്ങനെ ഇറങ്ങി പോകേണ്ട ഒരു സെറ്റപ്പിലാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കളിക്കേണ്ട ബാക്കിയുള്ള കാഴ്ചകളെ കൂടി കാണല്ലേ. മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഇക്ര വരെ ഒരു സൈഡ് മൊത്തം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് CTSB മിക്സിംഗ് ഒക്കെ ഇട്ടങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സൂര്യൻ എൻ്റെ നേരെ മുമ്പിലാണ്. അതാണ് ഈ വീഡിയോക്ക് ക്ലിയർ കുറവ്. അടിപൊളി. ഞാൻ കുറച്ചായിട്ട് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഈ ഭാഗം ടാറിങ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടില്ല. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഒരു ഭാഗം ടാറിങ് ചെയ്ത കാഴ്ച ഞാൻ കാണുന്നത് കേട്ടോ. ഏതായാലും ഇതാ ഇക്ര ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഈ ഭാഗത്ത് അവിടെ ആ ഭാഗം ടാറിങ് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് CTSB മിക്സിംഗ് ഒക്കെ ഇട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 2 ഭാഗം ഈ ഭാഗം ടാറിങ് ഏതാനും ദിവസങ്ങൾക്കകം ചെയ്യട്ടോ. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ 4 വരിപ്പാതയുടെ മൊഞ്ചിങ്ങനെ വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡിവൈഡറിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ, പൂന്തോട്ടങ്ങളൊക്കെ വരാനുള്ള കേട്ടോ. അടിപൊളി റോഡായിരിക്കും ഇത്. ടാറിങ് ചെയ്യുന്ന സമയത്ത് നല്ല ബ്ലോക്ക് തന്നെ ആയിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഭാഗം ടാർ ചെയ്തുകൊണ്ട് ആ ഭാഗത്തു കൂടി തന്നെ ഫുള്ള് വാഹനങ്ങൾ. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് ടാറിങ് എന്തോ നടക്കുന്നുണ്ട്, പോയി നോക്കാം. ഇന്ന് നടക്കുന്നില്ലേ. ഏതായാലും ഇവിടെ ലൈന് കാല് മാറ്റുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ പുതിയ കാലുകളൊക്കെ സൈഡിൽ മൊത്തം ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജോലിക്കാരുണ്ട് ഇവിടെ ഞായറാഴ്ച ആയിട്ടും. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്, ഇനിയും കാലൊക്കെ വെച്ചിട്ട് തന്നെയാണോ പരിപാടി? ഈ ഡ്രെയിനേജുകളൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതല്ലേ. കേബിളുകളൊക്കെ കറണ്ടൊക്കെ ഇനി ഇതിൻ്റെ അടിയിൽ കൂടി ആക്കിയാൽ പോരെ. ഈ ഓരോ ബിൽഡിങ്ങിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓരോ കണക്ഷൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അതേതായാലും വേറൊരു പദ്ധതിയിലായിരിക്കും നടക്കട്ടോ. ഇങ്ങനെ തോന്നുക കാലുകളൊക്കെ തന്നെ വെച്ച് നിൽക്കുമ്പോൾ ഇനിയൊക്കെ ഭൂമിൻ്റെ അടിയിൽ കൂടി പോകുന്ന പരിപാടിയല്ലേ. അതൊക്കെ കേരളത്തിൽ ഓരോ ഭാഗത്ത് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിലെത്തിയപ്പോഴും അതേ കാഴ്ച തന്നെ കേട്ടോ. ഒരുപാട് വർക്ക് കഴിഞ്ഞ കാഴ്ച തന്നെ കാണണം കേട്ടോ. ഇവിടെ ഒരു ഭാഗത്ത് ടാറിങ് എതുവരെ എത്തി എന്നുള്ളത്, ഇത് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായില്ല കേട്ടോ. ഏതായാലും എൻ്റെ മിഡ്ലാൻഡ് കമ്പനി നിങ്ങൾ പൊളിയാട്ടാ, സ്പീഡാട്ടാ. വെരി ഗുഡ്. ഇതാ ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക്. ഈ ഭാഗം ഇനി ഒന്നുമില്ല. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് പോകുന്ന ആ ഭാഗം ഒന്ന് വർക്ക് ആയതുകൊണ്ട് എന്താ തൊട്ടടുത്ത ഒരു ഗേറ്റ് ഉണ്ട്, ആ ഭാഗത്തുള്ള ഗേറ്റ് ഉണ്ട്. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ അടയ്ക്കുന്നതായിരിക്കും, ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തു കൂടി അങ്ങോട്ട് ടാറിങ്. ഏതായാലും നമ്മുടെ എരഞ്ഞിപ്പാലം ജംഗ്ഷൻ വരെ ഏകദേശം പെട്ടെന്ന് പണി പൂർത്തിയാവുന്ന ഘട്ടമാണ്. പണി പൂർത്തിയാകല്ല, ഫിനിഷിംഗ് അല്ല. ഏതായാലും 2 ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്കിനൊക്കെ ഒരുപാട് അറുതിയാകുമല്ലോ. പിന്നെ അതുപോലെ ഇവിടുത്തെ പോസ്റ്റുകളൊക്കെ മാറ്റാണ്ടിട്ട് ഒക്കെ നടുക്കാനുള്ളതൊക്കെ സൈഡിലേക്ക് ഇവിടെ വലിയ ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ കാലുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കണക്ഷനൊക്കെ അങ്ങോട്ട് കൊടുക്കണം. ഏതായാലും ഇവിടുത്തെ നാട്ടുകാർക്ക് കറണ്ട് പോകൽ പതിവായിരിക്കും കേട്ടോ. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ വരെ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്നുള്ള കണക്കൊക്കെ ഉണ്ടാവും. അത് കുറച്ചൊന്നും സഹിക്കല്ലാതെ നിവൃത്തില്ല. വികസനം നടക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മൾ എരഞ്ഞിപ്പാലത്തേക്ക് ആ സൂര്യൻ നിൽക്കണം. ആ ബിൽഡിങ്ങിൻ്റെ
അവിടെ ആട്ടെ എരഞ്ഞിപ്പാലം ജംഗ്ഷനും കണക്കാക്കി, പക്ഷേ അവിടെ എത്തിയിട്ടില്ല. ടാറിങ് ഒരു ഭാഗം ഇതുവരെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുമെന്നറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഫ്ലൈ ഓവർ വരാനുള്ളല്ലേ. ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27 മീറ്റർ. ഞാൻ നേരത്തെ റോഡിൻ്റെ വീതി 27 മീറ്ററാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ. ഫസ്റ്റിൽ അതേതായാലും 24 മീറ്റർ ആട്ടോ നമ്മുടെ ഈ റോഡിൻ്റെ 4 വരി പാതയുടെ വീതി. പക്ഷേ 27 മീറ്റർ 30 മീറ്ററോളം നമ്മുടെ ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അത് 6 വരി പാത കണക്കാക്കിയിട്ടാട്ടോ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. ഏതായാലും ആ ഒരു 700 മീറ്ററോളം നീളത്തിൽ അടിപൊളി ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, കടകളിലേക്കുള്ള സ്ലാബ് വർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്നുണ്ട്. ഈ ഭാഗം അടിയിൽ കോൺക്രീറ്റ് നടക്കുന്നു. ഏതായാലും മിഡ്ലാൻഡ് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അവർ ഫുള്ള് ഡ്രെയിനേജിൻ്റെ വർക്ക് കാത്തിരിക്കാൻ അവർ നിന്നില്ല. ഒരു ഭാഗത്ത് എന്തായാലും അവർക്കൊരു ഡേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ വർക്കുകളും ഇങ്ങനെ നടക്കണ്ട. അതുകൊണ്ട് ഒരു ഭാഗത്തുനിന്ന് ടാറിങ് ജോലികൾ ഇങ്ങനെ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇനി 2 വരി പാതയുടെ വർക്കും കൂടി ഈ ഭാഗത്തു കൂടി ടാറിങ് കഴിഞ്ഞുകൊണ്ട് ഉഷാറായിട്ടോ. അങ്ങനെ ഞാൻ എരഞ്ഞിപ്പാലം ജംഗ്ഷൻ്റെ ഇപ്പുറത്തേക്ക് എത്തിയിട്ടോ. എരഞ്ഞിപ്പാലം ജംഗ്ഷൻ ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. നല്ല ബ്ലോക്കാട്ടോ അവിടെ. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്കൊക്കെ മാറണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ നിർബന്ധമാണ്. ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഈ 4 വരി പാതയുടെ പദ്ധതിയിൽ പെട്ടതാണ്. അത് ഏകദേശം റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ തോന്നുന്നു കേട്ടോ. ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഏതായാലും കുറച്ച് സമയം പിടിക്കുന്ന വർക്കാണത്. ഏതായാലും 4 വരി പാതയുടെ വർക്ക് അപ്പുറം ഇപ്പുറമൊക്കെ കഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള വർക്കുകൾ അവർ പിന്നീട് അങ്ങനെ തുടങ്ങുന്നതായിരിക്കും. എന്തായാലും ഇവിടെ വർക്ക് തുടങ്ങിയതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. കിഴക്കേ നടക്കാവ് ഇവിടെയൊക്കെ ബോർഡ് വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഈ ഭാഗത്ത് ഇവിടെ അല്ലേ പറയാം. അതായത് നമ്മുടെ എരഞ്ഞിപ്പാലം കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പാണ്, അതൊക്കെ പൂട്ടിപ്പോയി തോന്നില്ല പെട്രോൾ പമ്പ്. അവിടെ കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. 2 ഭാഗത്തും ഡ്രെയിനേജ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവരുടെ CTSP മിക്സിംഗ് ഒക്കെ ഇട്ട് ഇങ്ങനെ കോരുക, ഒരു ഭാഗം ടാറിങ് ചെയ്യുക, ഈ പോസ്റ്റുകളൊക്കെ മാറ്റാണ്ട് കേട്ടോ. ഫുള്ള് ഇതവിടെ കാലുകളൊക്കെ അവർ സെറ്റ്, എല്ലാ ഭാഗത്തും ഇവരുടെ സൈഡ് കാലുകളൊക്കെ അവർ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അയച്ചുകൊണ്ട് മാറ്റേണ്ട പരിപാടിയുള്ളൂ. നടക്കാവ് ഈ മസ്ജിദിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ ഭാഗത്ത് അവരുടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, എല്ലാ ഭാഗത്തും ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ അവർ ഫിനിഷ് ചെയ്ത കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഞാൻ ബിൽഡിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ കാണിക്കരുത് വിചാരിച്ചു, പക്ഷേ ഇത് കാണുമ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് പോവും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങില്ലേ അതന്നെ. അപ്പോൾ ഇവിടുത്തെ ഡ്രെയിനേജ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിനി കേട്ടോ. ഇവിടുത്തെ മതിലിൻ്റെ ഭാഗത്തു കൂടിയേ ആ മതിൽ പോകുന്നുള്ള, പക്ഷെ അങ്ങനെയല്ല കേട്ടോ കാര്യങ്ങൾ. അവിടെ ആ മതിലിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ്, അവിടെ കുറച്ച് അപ്പുറത്തേക്കായിട്ടാട്ടോ ഡ്രെയിനേജ് വരുന്നത്. അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ആ ഒരു ബസ് ബേ ആയിരിക്കും അവിടുത്തെ. ആ ഭാഗത്തുള്ള സ്റ്റോപ്പ് അവർ ഇങ്ങോട്ട് മാറ്റാനുള്ള പരിപാടിയായിരിക്കും അല്ലേ. അവിടെ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ബസ് ബേ ഇങ്ങോട്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയുടെ ഈ ഭാഗത്തുള്ള മതിൽ കുറച്ച് ഈ ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. മറ്റേ ഭാഗം പൊളിയൂലേ. അപ്പോൾ ഇതാ പള്ളിയുടെ ഈ ഭാഗത്തു കൂടി ഡ്രെയിനേജ് ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മനോരമ ജംഗ്ഷൻ്റെ അടുത്തേക്ക് എത്തുമ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് അതേ കാഴ്ച തന്നെ കേട്ടോ. നമ്മുടെ ഡ്രെയിനേജിൻ്റെ 2 ഭാഗത്തും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ കുറച്ച് കാലമായിട്ട് ഇവിടെ മണ്ണ് കൂട്ടിയിട്ടതൊക്കെ. ഇനി ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം കേട്ടോ പൊളിച്ചത്. ഇവിടെ ഒരു ഡ്രെയിനേജ്, ഒരു ക്രോസ് ഡ്രെയിനേജ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് കണക്റ്റ് ആയിട്ടുള്ള. ഇവിടെ നമ്മൾ സൈഡ് പോകുന്ന പോക്കണ്ടോ, ബസ് ബേക്ക് വേണ്ടിയിട്ടുള്ള വളവാട്ടോ, തെറ്റിദ്ധരിക്കണ്ട. വീണ്ടും ബിൽഡിങ്ങിൻ്റെ ചുവട്ടിലെത്തി ബിൽഡിങ്ങിൻ്റെ വീഡിയോ കവർ ചെയ്തു കേട്ടോ. ഏതായാലും ഗാലക്സി, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് നിർമ്മിക്കുന്ന ഗാലക്സി ബിൽഡേഴ്സിൻ്റെ വർക്കുകൾ, അടിയിലൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുകയല്ലോ. ഈ ഭാഗത്തും നമ്മുടെ CTSP മിക്സിംഗ് ഒക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ അവർ വർക്ക് ടാറിങ് പൂർത്തീകരിക്കാനാണ് പരിപാടി. ഒന്നിനും കാത്തിരിക്കില്ല കേട്ടോ. ഒക്കെ പെട്ടെന്ന് സടപെട്ട പരിപാടിയാണ്. നമ്മുടെ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. നല്ല ഹൈ സ്പീഡിലാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. വീണ്ടും ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക്. ആ കാണുന്നതാണ് നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ കേട്ടോ. ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനും അതുപോലെ മനോരമൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ ഇവിടുത്തെ ഈ ഭാഗത്തുള്ള വർക്ക് ഇവർ പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ
ഈ വൺ വേ ആയതുകൊണ്ട് വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ റോഡ് മൊത്തത്തിൽ നമ്മൾ നടക്കാവും കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ വേ അല്ലേ, അതുകൊണ്ട് ഇവിടെ നിന്ന് വലിയ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതൊക്കെ ഭാവിയിൽ 2 വേ ആകാനുള്ള 2 ഭാഗത്തും കൂടിയുള്ള റോഡാവാനുള്ള പരിപാടിയല്ലേ. അങ്ങനെ ആകുമ്പോൾ മാനാഞ്ചിറയിൽ നിന്ന് നേരിട്ട് ഈ റോഡുമിലേക്ക് കയറലായിരിക്കും അല്ലേ. മാനാഞ്ചിറ ആ നമ്മുടെ SBIൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങാനുള്ള ഈ തല അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാനാഞ്ചിറ നമ്മുടെ കണ്ണൂർ റോഡിലേക്ക് കയറാതെ ഈ ഭാഗത്തേക്ക് തന്നെ കയറി വരേണ്ട പരിപാടിയിലേക്കാണ് നമ്മളെ ഈ റോഡിൻ്റെ പദ്ധതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ 1 വേ ഉള്ളത് 2 വേ ആകുന്നതായിരിക്കും. ക്രിസ്ത്യൻ കോളേജ് സ്കൂളൊക്കെ കാണുന്നത്. ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ 2 ഭാഗത്തെ ഡ്രെയിനേജ് വർക്കുകൾ കഴിഞ്ഞു. ഇവിടെ ബസ് ബേ ഇവിടെ കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ അവർ ഡ്രെയിനേജ് എടുക്കുന്ന സമയത്താണ് മതിലൊക്കെ കൂടി പൊളിഞ്ഞ് വീണത്. അതൊക്കെ ഇനി ഇതിൻ്റെ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവർ കെട്ടിക്കൊടുക്കേണ്ടതായിരിക്കും. ഈ മണ്ണ് അങ്ങനത്തെ മണ്ണാട്ടോ, പൂയ്മണ്ണാണ്. അതുകൊണ്ടാണ് അതിന് കറക്റ്റായിട്ട് എടുത്തപ്പം അതിങ്ങോട്ട് ഇടിഞ്ഞ് വീണു, മതിലടക്കം കൂടെ മൊത്തം കൊണ്ട് വീണു കേട്ടോ. ആ ഭാഗം മതിലൊക്കെ പൊളിഞ്ഞ് വീണാണ്. വീണ്ടും ബിൽഡിങ്. ഞാൻ ബിൽഡിങ്ങിൻ്റെ എങ്ങനെ എന്താ പറയുന്നത് അറിയാം. എൻ്റെ റീൽസ് കണ്ടിട്ട് 2 ആളുണ്ട് ഏതായാലും കമൻ്റ് ഇട്ടിക്കണ്, കണ്ട് മടുത്തു എന്ന്. ഞാൻ ഏതായാലും റീൽസ് ഇങ്ങനെ ഇടുമ്പം ഓരോ സൗണ്ട് വോയിസുകൾ പല വിധത്തിലാണ്. എന്നാലും ബിൽഡിങ്ങിൻ്റെ കാഴ്ച തന്നെ അങ്ങനെ ഇതിലിടലേ. അപ്പോൾ അതാട്ടോ ഞാൻ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ എടുത്തു പോകും. അതല്ല എന്തായാലും നമ്മുടെ കോഴിക്കോടിലെ ഒരു അത്ഭുത കാഴ്ച അല്ലേ. കോഴിക്കോടിലല്ല, കേരളത്തിലെ അത്ഭുത കാഴ്ചയാണ് ഈ കാണുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് വേറെ ഇല്ല കേട്ടോ, 52 നിലയുള്ള. അപ്പം നമ്മുടെ കപ്പൽ ബിൽഡിങ്ങിൻ്റെ മുമ്പിലേക്ക് എത്തിട്ടോ. അവിടേക്ക് എത്തി. ഇവിടെയൊക്കെ പഴയ കാഴ്ചകൾ തന്നെയാണ്. ഇവിടെയൊക്കെ ഡ്രെയിനേജുകളൊക്കെ വാർത്ത് വെച്ചതുപോലെ തന്നെ ഉണ്ട്. ഇനി ഈ ഭാഗത്ത് ആ ബിൽഡിങ്ങിൻ്റെ മുറ്റത്ത് കൂടിയാട്ടോ പോകുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് അവരുടെ ഇതിൻ്റെ ഇത് വരുന്നത്, കറക്റ്റ് സൈഡ് വരുന്നത്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിൻ്റെ 4 വരിപ്പാതയുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.